എം മാണിയുടെ ആത്മകഥയിൽ രമേശ് ചെന്നിത്തല വില്ലനോ? എം മാണിയുടെ ആത്മകഥ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വില്ലന്റെ റോളാണ്. ബാർക്കോഴ കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് എം മാണിയുടെ ആത്മകഥ. മുഖ്യമന്ത്രിയാക്കാൻ സഹായിച്ചില്ലെന്ന കാരണത്താൽ രമേശ് ചെന്നിത്തല തനിക്കെതിരെ തിരിഞ്ഞെന്ന് ആത്മകഥയിൽ പറയുന്നു. ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകെത്തുകയായിരുന്നു ബാർക്കോഴ കേസെന്നും പുസ്തകത്തിലുണ്ട്. ബാർക്കോഴ ആരോപണത്തിൽ പേരെടുത്ത് പരാമർശിക്കുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയാണ്. രമേശിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് സമീപിച്ചു. അതിന് താൻ വില കൽപ്പിച്ചില്ല. ഇതോടെ ബാർക്കോഴ ആരോപണം തനിക്കെതിരെ ഉപയോഗിച്ചു. ആരോപണം ഉണ്ടാവാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ചെന്നിത്തല പ്രവർത്തിച്ചത്. അടിയന്തര കാര്യം എന്നതുപോലെ തനിക്കെതിരെ വിജിലൻസിന്റെ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചു. ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് ചെന്നിത്തല മനസ്സിൽ കരുതിയിരിക്കും. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നാളുകൾക്ക് കാരണക്കാർ കോൺഗ്രസ് നേതാക്കളാണെന്ന് മാണി പറയുന്നു. ആരോപണങ്ങളെ അതിജീവിച്ച് താൻ പാലായിൽ ജയിച്ചെങ്കിലും UDFന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പുകളായിരുന്നു എന്നും ആത്മകഥയിലുണ്ട്. എം മാണി മരിക്കുന്നതിന് 6 മാസം മുൻപ് എഴുതിയ ആത്മകഥയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതെന്ന് എം മാണി ഫൗണ്ടേഷന്റെ വിശദീകരണം. ചടങ്ങിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിനും ക്ഷണമില്ല. UDFിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ക്ഷണം. കേരളത്തിലെ ധനകാര്യം, റവന്യൂ, നിയമം, ആഭ്യന്തരം എന്നീ വകുപ്പുകളുടെ മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിരുന്നു എം മാണി എന്ന കരിങ്ങോഴയ്ക്കൽ മാണി. 1965 മുതൽ 2019 വരെ പാലാ നിയോജക മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ്. ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് മാണിക്കാണ്. 2015 നവംബർ 10 ബാർക്കോഴ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. 2019 ഏപ്രിൽ 9 അദ്ദേഹം നമ്മളെ വിട്ടു പോയത്.